നാദിർദിർത്തോം തനദിർത്തോം തോം തന നാദിർദിർത്തോം തന പാവൈവൾ നാദിർദിർത്തോം തനദിർത്തോം തോം തന നാദിർദിർത്തോം തന പൂതാളേ അനി സമഗ സഗമനി ദപമ ഗമനി സഗമ പ ഗമ പസനി പൂതാളേ. ലക്ഷ്മിയേ, അമ്മ രാവിലെ വന്നോ? രാവിലെ ഇങ്ങ് വന്നു. നാളെ പിന്നെ കല്യാണ തിരക്ക് കാരണം നേരെ തൊഴുവാൻ പോലും പറ്റില്ലെന്നേ. അതെ 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 അതാ തലേന്ന് ഇങ്ങ് വന്നേ. പിന്നെ മോന്റെയും മോളുടെ പേരില് ഒരു അച്ഛനെയും കഴിപ്പിച്ചു. അല്ലയാ, കുട്ടി വന്നില്ലേ? മോള് മോള് വന്നു, അകത്തുണ്ട്, പ്രസാദം വാങ്ങാൻ നിൽക്കുക. ആണോ? എങ്കിലേ ഞാൻ അങ്ങോട്ട് ശരി ചെല്ലട്ടെ. അമ്മ, ചെല്ലേ. ശരി മോളെ. അമ്മേ, ദേവി എന്റെ കൂടെ ഉണ്ടാകണം. ലക്ഷ്മി, ലക്ഷ്മി, എന്താ മോഹനേട്ടാ? ദേ ഇത് രാജീവ് തന്നതാ, നീ ഇത് മോൾക്ക് ഇട്ട് കൊടുക്ക്. ശരി ഏട്ടാ. പിന്നെ ലക്ഷ്മി, ബിന്ദുവും കുടുംബം എത്താൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞു. അതിനവര് ഏത് കാര്യത്തിലാ ഒന്ന് നേരത്തെ വന്നിട്ടുള്ളത്? ഏട്ടാ, പിന്നെ അമ്മ പറഞ്ഞു കുറച്ചുകൂടെ മുല്ലപ്പൂ വേണ്ടി വരുമെന്ന്. മുല്ലമുട്ടല്ലേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട്. ശരി ഏട്ടാ. എന്താ മാളൂട്ടി? ചിന്നക്കുഞ്ഞ് എവിടെ? കുഞ്ഞ് റൂമിലുണ്ടല്ലോ, മോൾ അങ്ങോട്ട് ചെല്ലേ. മിതേ, എന്റെ പൊന്നുലക്ഷ്മി, പുറത്ത് എന്ത് മഴയാ! നാളെ എങ്കിലും ഒന്ന് കുറഞ്ഞാ മതിയായിരുന്നു. അതെ അതെ. അല്ല, ഈ കല്യാണ ചെക്കൻ എവിടെ? മോൻ 4 വർഷം അമേരിക്ക ആയിരുന്നല്ലോ, വന്നിട്ടോ മോനെ കാണാനും പറ്റിയിട്ടില്ല. അവൻ മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. ശരി എന്നാ. അരവിന്ദ് മോനെ, അമ്മായി. മോനെ, നിന്നെ താഴെ എല്ലാരും തിരക്കുന്നുണ്ട്, വാ. ദാ വരുന്നു. അല്ല അമ്മായി, ഈ അനന്തേട്ടൻ എവിടെ? അരവിന്ദേ, ഞാൻ ഇവിടെ. വന്നല്ലോ. അല്ല, നീ എന്താ മഴ നനഞ്ഞു? അത് അമ്മ, ഞാൻ കുട എടുക്കാൻ മറന്നുപോയി. ശരി ശരി, നിങ്ങൾ രണ്ടാളും താഴോട്ട് വാ. അമ്മായി ചെല്ല്, ഞങ്ങൾ വന്നോളാം. ആയിക്കോട്ടെ. അനന്തേട്ടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ലടാ. എന്ത് പ്രോബ്ലം? ഒന്നുമില്ല. ഏട്ടന്റെ മുഖം കണ്ടിട്ട് എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. എന്റെ പെങ്ങളുടെ കല്യാണം അല്ലേടാ, അതാ ഒരു ടെൻഷൻ. അനന്തേട്ടാ, എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? അതിന് ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മാവനും അമ്മായിയും കൂടെയാ, അവരുടെ സ്വന്തം മകനെ പോലെ. ഇപ്പോൾ അവരുടെ മകളെ എന്നെ വിശ്വസിച്ചേൽപ്പിക്കുന്നു. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി? അരവിന്ദേ, വേണ്ട. അനന്തേട്ടനെ അറിയോ? ഇത് എനിക്കൊരു അറേഞ്ച് മാരേജ് അല്ല. ചിന്നുനെ എനിക്കിഷ്ടാണ് ഒരുപാട്. എടാ, നീ അപ്പോൾ? അതെ അനന്തേട്ടാ, എന്റെ ചെറുപ്പം മുതലേ ഞാൻ അനാമികയെ സ്നേഹിക്കുന്നുണ്ട്.
കണ്ടോ? ഇല്ല ലക്ഷ്മിയെ, വൈകുന്നേരം മുതല് ഞാൻ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല. എന്താ പറ്റിയേ? അല്ല, കൂട്ടുകാരിയുടെ വീട് വരെ പോയിട്ട് തിരികെ വന്നതാ. റൂമിൽ നോക്കിയിട്ട് കണ്ടില്ല. അതാ ഇങ്ങോട്ടാണ് വന്നോന്നറിയാൻ. അവൾ എവിടെ പോകാനാ, ഇവിടെ തന്നെ കാണും. ലക്ഷ്മി, ദേ അനാമിക. കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി എൻ രാവുകൾ കാറ്റായി വരും നിന്റെ കാൽ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പൂമുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതേതോ കിനാവു പോലെ. ചിന്നമോളെ, നീ ഇങ്ങ് വന്നേ. എന്താ അമ്മ? മോനെ അരവിന്ദേ, നിന്നെ മോഹനേട്ട തിരക്കിയായിരുന്നു. മോൻ അങ്ങോട്ട് ചെല്ലേ. ശരി അമ്മായി. അനന്തേട്ടാ വാ. വേണ്ട മോനെ, അനന്തകൃഷ്ണന് ഇവിടെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മോൻ ചെല്ലേ. ആ എങ്കിൽ ഞാൻ അങ്ങോട്ട്. ആ ശരി മോനെ. ചിന്നു, നീ ഇങ്ങ് വന്നേ. അനന്ത, നീയും. എന്റെ കൈ. ഇവിടെ നിൽക്ക്. പറയടി, നീ എവിടെയായിരുന്നു? ചിന്നു, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. നീ എവിടെയായിരുന്നോന്ന്. അമ്മ, ഞാൻ സൗമ്യയുടെ വീട്ടിൽ. ഓ, സൗമ്യയുടെ വീട്ടില്. നീ എന്താ ആ വിഷ്ണുവിനെ കാണാൻ പോയിരുന്നോ? നീ ആ ചെക്കനെ കാണാൻ പോയിരുന്നോന്ന്? അമ്മ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? പറയടി, നിനക്കെന്താ നാവില്ലേ? ഇവിടെ ഞാൻ. അമ്മ വേണ്ട, വിടുക എന്റെ കയ്യിൽ നിന്ന്. നീ ഒറ്റ ഒരാളാണ് ഇവളുടെ എല്ലാ കൂത്തിനും കൂട്ടു നിൽക്കുന്നത്. അതെങ്ങനെയാ? ചേട്ടനെ കണ്ടല്ലേ അനിയത്തി പഠിക്കുന്നേ. നിങ്ങൾ രണ്ടാൾ ഇങ്ങനെ ആയി പോയല്ലോ. ഇനി ഒരാളും കൂടെ ഉണ്ട്. അതിനി എങ്ങനെയാന്ന് ദൈവങ്ങൾക്കറിയാം. അമ്മ ഒന്ന് മതിയാക്ക്. ഞാൻ അന്ന് ഏട്ടനോട് പറഞ്ഞതാ ഇവളെ പട്ടണത്തിൽ വിട്ട് പഠിപ്പിക്കണ്ടാന്ന്. എന്നിട്ടിപ്പോ എന്തായി? നിങ്ങൾ എന്താ കരുതേ? എന്നെ വെറും ഒരു പൊട്ടിയാക്കാമെന്നോ? ഒന്നുമില്ലേലും ഞാൻ നിങ്ങളുടെ രണ്ടാളുടെ അമ്മയല്ലേ. എനിക്കറിയാൻ പറ്റും നിങ്ങളുടെ ഓരോ ചലനവും. എന്താടി, നിന്റെ ആരെങ്കിലും ഇവിടെ ചത്തോ? നാണില്ലല്ലോ ആ തെണ്ടി ചെക്കന് വേണ്ടി കരയാൻ. അമ്മ ഇതെന്തൊക്കെയാ? നീ ചുമ്മാ ഇരിക്കടാ. നീ ഇതെന്ത് കണ്ടിട്ടാടി അവനെ? ജാതി കണ്ടിട്ടോ അതോ അവന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടോ? അമ്മ, മനസ്സറിഞ്ഞുള്ള എന്റെ കണ്ണേട്ടിന്റെ സ്നേഹത്തിന് മുന്നിൽ ജാതി നോക്കാൻ എനിക്കറിയില്ല അമ്മ. നമ്മൾ വിശ്വസിക്കുന്ന ഏത് ഗ്രന്ഥങ്ങളിലാണമ്മ സ്നേഹിക്കാൻ ജാതിയും മതവും കൽപ്പിച്ചത്? ദിനു, മതിയാക്ക്. ആ തെണ്ടി ചെക്കന് നമ്മുടെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ഉണ്ടോ? നിന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് അഖിലെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നീ അവന്റെ കൂടെ. എന്നിട്ട് എന്തേ തിരിച്ചു വന്നു? അവൻ വന്നില്ലേ? അവനെ കാര്യം മനസ്സിലായി. നിന്നെ നോക്കാൻ മാത്രം അവന് യോഗ്യതയില്ലാന്ന്. ഇന്നോളം ഈ തറവാട്ടിൽ ഇതുപോലൊരു നാണക്കേട് ഉണ്ടായിട്ടില്ല. നീയായിട്ട് അത് നശിപ്പിക്കരുത്. ആ ചെക്കന്റെ പേര് ഈ തറവാട്ടിൽ കേട്ട അന്ന് മുതൽ ഇവിടത്തെ സമാധാനം പോയി കിട്ടും. അമ്മ
അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറയും. ജനിപ്പിച്ച അച്ഛനമ്മമാരെക്കാൾ അവൾക്കിപ്പോ വലുത് അവനാണല്ലോ. നീ ഈ വെറും 3 വർഷം കൊണ്ട് മാത്രം പരിചയമുള്ള ആ പയ്യന് വേണ്ടിയിട്ടാണോടി വർഷങ്ങളായിട്ട് അറിയാവുന്ന അരവിന്ദിന് വേണ്ടാന്ന് വെക്കുന്നേ? അരവിന്ദിന് എന്താടി കുഴപ്പം? നല്ല ക്വാളിഫിക്കേഷൻ ഇല്ലേ? പോരാഞ്ഞിട്ട് നമ്മുടെ കൂട്ടര് മതി. കുറെയായി കേൾക്കുന്നു ഈ നമ്മുടെ കൂട്ടര്. എന്താ ബാക്കിയുള്ളവരാരും മനുഷ്യരല്ലേ? അവർക്കും സ്നേഹിക്കാനുള്ള മനസ്സില്ലേ? അനന്തേട്ടൻ എനിക്ക് എങ്ങനെയോ അതുപോലെയാ എനിക്ക് അരവിന്ദേട്ടനും. ഞാൻ അങ്ങനെ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. ടിനു, മതിയാക്ക്. നാളെ നിന്റെ കല്യാണം നടക്കും, അതും അരവിന്ദായി. എന്താ ഇവിടെ എന്നെ കൂട്ടാതെ അമ്മയും മക്കളും കൂടെ? ഏയ്, അതൊന്നുമില്ല മോഹനേട്ടാ. നാളെ നമ്മുടെ മോളുടെ കല്യാണമല്ലേ. അപ്പോ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാ. അവൾ അതനുസരിക്കും, അല്ലേ മോളെ? അമ്മാവ, ദേ സുചിത്ര വല്യമ്മ വന്നിട്ടുണ്ട്. ലക്ഷ്മി, നീ വാ. ഇതെന്തു പറ്റി രണ്ടാൾക്കും? ഒന്നുമില്ലടാ. ചിന്നു, ഞാൻ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. എന്താ താൻ എന്നോട് ഒന്നും മിണ്ടാത്തെ? അത് അരവിന്ദേട്ടാ. മോനെ അരവിന്ദേ, നീ താഴോട്ട് ചെല്ലടാ. നിന്നെ എല്ലാരും അവിടെ തിരക്കുന്നുണ്ട്. ആണോ? എങ്കിൽ ഞാൻ അങ്ങോട്ട്. ശരി. മോളെ ചിന്നു. അനന്തകൃഷ്ണ, നീ താഴോട്ട് ചെല്ല്. അമ്മ, ഞാൻ ചിന്നു. ചെല്ലാൻ. നീ എന്താ അരവിന്ദനോട് പറയാൻ ഒരുങ്ങിയേ? പറയാൻ. ഇവിടെ നടന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ മുറിക്ക് പുറത്ത് പോയി എന്ന് ഞാൻ അറിഞ്ഞാൽ, പ്രത്യേകിച്ച് അരവിന്ദ്, ഇത് ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിനെ പറ്റി ഒരു സംസാരമില്ല, കേട്ടല്ലോ? പോയി മുഖമൊക്കെ കഴുകി കിടക്കാൻ നോക്ക്. നാളെ നേരത്തെ എണീക്കേണ്ടതാ. കണ്ണേട്ടാ, നിങ്ങളിത് എവിടെയാ? എന്താ എന്നെ കൊണ്ടുപോകാൻ വരാത്തെ? മാംഗല്യം തന്തുനാനേന മമജീവനഹേതുനാ കണ്ഠേ ബധ്നാമി ശുഭഗേ ത്വം ജീവ ശരദഃ ശതം. ചിന്നു, നീ എന്താ ഈ വേഷത്തിൽ? അരവിന്ദേട്ടാ, എനിക്ക് ചിന്നു, നീ ഇവിടെ നിൽക്കുന്നു. വാ വാ വാ, പോയി റെഡിയാക്ക്. ദേ സമയാകാറായി കേട്ടോ. അരവിന്ദേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചിന്നു, അത് ഇനിയും പറയാലോ. നീ ഇങ്ങ് വന്നേ. വീട് അനന്തേട്ടാ, എടാ അത് ചിന്നു, എന്താ എന്താ എന്നോട് പറയാനുള്ളേ? അരവിന്ദേട്ടാ, എനിക്ക്
എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. ചിന്നു മോളെ, ചിന്നു എന്താ? അത് എനിക്കൊരാളെ ഇഷ്ടാണ്. ഇഷ്ടമോ? ആരാ? ആരോടാ? വിഷ്ണുറാം, എന്റെ കണ്ണേട്ടൻ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് എന്റെ കണ്ണേട്ടന്റെ കൂടെ മാത്രമായിരിക്കും. ചിന്നു നീ എന്താ ഇക്കാര്യം വീട്ടിലറിയിക്കാത്തെ? ഞാൻ പറഞ്ഞു, എല്ലാരോടും എല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെയുള്ളവർക്ക് ഞങ്ങളുടെ സ്നേഹത്തിനേക്കാൾ വലുത് ജാതി, പദവി, അങ്ങനെയൊക്കെ. ചിന്നു നീ ഇങ്ങനെ കരയാതെ. താഴ്ന്ന ജാതിയിൽ ജനിച്ചതിന്റെ പേരിൽ ആ പാവത്തിനെ പറ്റി ഓരോന്ന് അനാവശ്യമായി പറഞ്ഞുണ്ടാക്കി. എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ ഇവിടെ എന്റെ കണ്ണേട്ടം വന്നു. ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. പക്ഷെ ആ പാവത്തിനെ അപമാനിച്ച് അവസാനം സഹിക്കാൻ പറ്റാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അരവിന്ദേട്ടാ, എനിക്ക് കണ്ണേട്ടമില്ലാതെ പറ്റില്ല. ഇന്നലെ വൈകിട്ട് എന്നെ കൊണ്ട് പോകാൻ വരാമെന്ന് പറഞ്ഞതാ, പക്ഷെ വന്നില്ല. ബാംഗ്ലൂര് ഒരു കമ്പനിയിലെ വർക്ക് ചെയ്യുന്നേ. ചിലപ്പോൾ തിരക്ക് കൊണ്ടായിരിക്കും വരാത്തെ. കാണാനോ വിളിക്കാനോ ഒന്നും പറ്റില്ല. ഇവര് സമ്മതിക്കില്ല. അരവിന്ദേട്ടാ, എന്നെ ഇവിടുന്ന് എന്റെ കണ്ണേട്ടന്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോകുമോ? എനിക്ക് പറ്റില്ല ഇനിയും ഇവിടെ പിടിച്ചു നിൽക്കാൻ. ഈ കാര്യം തനിക്ക് എന്നോട് ധൈര്യത്തോടെ നേരത്തെ പറയാമായിരുന്നു. വേറെ ആരുമില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഈ ഞാൻ ഉണ്ടാകുമായിരുന്നു. അരവിന്ദേട്ടനോട് ഞാൻ ഒരുപാട് വട്ടം പറയാൻ ശ്രമിച്ചതാ, പക്ഷെ പറ്റിയില്ല. ഇത്രയും അറിഞ്ഞിട്ടും ഈ വിവാഹം നടന്നാൽ ഞാൻ
ജീവിച്ചിരിക്കില്ല. ചിന്നു, നീ ഇതെന്താ പറയുന്നു? താൻ വിഷമിക്കേണ്ട. തന്റെ കണ്ണേട്ടന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോകാം. സത്യാണോ? ചിന്നു, നീ പോയി മുഖമൊക്കെ കഴുക്. എന്നിട്ട് ബാഗ് എടുത്തുകൊണ്ട് വാ. നിന്റെ കണ്ണേട്ടന്റെ അടുത്ത് എത്തിച്ചിട്ട് നിങ്ങളുടെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. ചെല്ലേ. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി. കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. സയ്യാവേ 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 സയ്യാവേ. അരവിന്ദേ, നീ ഇത് എന്ത് പണിയാ കാണിച്ചേ? ചിന്നു അവളുടെ കണ്ണേട്ടനെ പറ്റി പറഞ്ഞ ഓരോ വാക്കുകളിലുണ്ട് അവന് അവളോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന്. എനിക്ക് വിശ്വാസമുണ്ട് ചിന്നു അവന്റെ കൂടെ ഒരുപാട് ഹാപ്പി ആയിരിക്കും. പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ ഒന്നിക്കേണ്ടത്. എടാ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? നീ എന്തിനാ ചിന്നുന് വാക്ക് കൊടുത്തേ? അനന്തേട്ടാ, നിങ്ങൾക്ക് പെങ്ങളോട് വലിയ സ്നേഹമാണല്ലോ. എന്നിട്ട് ആ കുട്ടിയുടെ മനസ്സ് നിങ്ങൾ അറിയാൻ ശ്രമിച്ചോ? നിനക്ക് അങ്ങനെ തോന്നിയോ? എങ്കിലേ ഞാൻ മനസ്സിലാക്കിയ പോലെ ഈ വീട്ടിൽ ആരും എന്റെ ചിന്നുനെ മനസ്സിലാക്കിയിട്ടില്ല. അവളെ അറിഞ്ഞിട്ടില്ല. അവരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ ഞാനാ. എല്ലാത്തിനും കൂടെ നിന്നതും ഈ ഞാൻ. അനന്തേട്ടാ, പിന്നെ എന്താ ഇന്നലെ വൈകിട്ട്? ഹലോ അനന്തേട്ടാ. എനിക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ തികച്ചില്ല. ആണോ? ഞാൻ ചിന്നുവിനെ അറിയിക്കാം. പിന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇവിടുന്ന് കിട്ടുന്ന ആദ്യ ട്രെയിനിൽ ഹൈദരാബാദ് എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അവിടെ അപർണയുണ്ട്. അനന്തേട്ടാ, നിങ്ങളോട് ഞാൻ എങ്ങനെയാ നന്ദിയും. വിഷ്ണു, എന്റെ ലൈഫ് ഇങ്ങനെയായി. ആഗ്രഹിച്ചതും നഷ്ടമായി. എന്റെ പെങ്ങളുടെ സന്തോഷം അതാണ് എനിക്ക് വലുത്. നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. നീ ഇങ്ങ് വാടാ. അവൾ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾക്ക് കിട്ടട്ടെ. ശരിയേട്ടാ. ചിന്നു, നീ വേഗം ചെല്ല്. വിഷ്ണു എത്താറായി. ഇവിടുത്തെ കാര്യങ്ങൾ ഈ ചേട്ടൻ നോക്കിക്കോളാം. പിന്നെ അവിടെ എത്തിയാൽ ഉടനെ എന്നെ വിളിക്കണം. ശരി ഏട്ടാ. ശരി മോളെ, നീ ചെല്ല്. മോനെ, ചിന്നു എവിടെ? അമ്മ അവള് സൗമ്യയുടെ വീട്ടിൽ പോയി ഏതോ ഒരു ബുക്ക് കൊടുക്കാൻ. ഇനിയിപ്പോ കോളേജിൽ കുറെ നാൾ പോകാൻ പറ്റില്ലല്ലോ. എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ചേടാ, നാളെ കല്യാണമായിട്ട് ഈ പെങ്കൊച്ച്. അമ്മ അവളിപ്പോ വരും. ശരി. അമ്മ അവന്തിക മോള് വിളിച്ചിരുന്നു. വരാൻ ഒരുപാട് ലേറ്റ് ആകുമെന്ന്. അടുത്ത ആള് ചേച്ചിയുടെ കല്യാണമാണ് നാളെ. എന്നിട്ട് അവള് കാണിക്കുന്നതോ? നിങ്ങൾ 3 പേര് കണക്കാ. ഹലോ, താൻ ഇവിടെ കിടന്ന് ഷൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനി ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇത് തന്നെ അവസ്ഥ. നട്ടലിലാണ് ശക്തമായി ഇടി കിട്ടിയത്. പിന്നെ കാലിക്കൂടെ ലോറി പോരാഞ്ഞിട്ട് അയാളുടെ ബോഡി നല്ല വീക്കാണ്. ഡോക്ടർ, ഐ ആം റിയലി സോറി. പെട്ടെന്ന് കേട്ടപ്പോ അതാ ഞാൻ അങ്ങനെ. ഡോക്ടർ, എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ രക്ഷിക്കണം. പ്രാർത്ഥിക്കേ. വിഷ്ണു, അനന്തേട്ടാ,
സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. അരയ്ക്ക് താഴോട്ട് ഒരു തരം മരയിപ്പ് മാത്രം. എന്റെ അനു എന്നെയും പ്രതീക്ഷിച്ച് അവിടെ ഞങ്ങൾ ഒരുമിക്കുന്നത് ദൈവങ്ങൾക്ക് പോലും വിഷ്ണു, നിന്റെ അനുവിനെ ഞാൻ ഇങ്ങ് കൊണ്ടുവരാടാ. വേണ്ട അനന്തേട്ടാ, എന്റെ അനു ഇത് അറിയാൻ പാടില്ല. അവള് സഹിക്കില്ല. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ അനുവിന് ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അനന്തേട്ടാ, നിങ്ങൾ എന്നെ സ്വന്തം സഹോദരനെ പോലെയല്ലേ കാണുന്നേ? എനിക്കൊരു വാക്ക് തരാമോ? എന്റെ അനു ഇതൊരിക്കലും അറിയില്ലേ, അറിയാൻ പാടില്ല. എടാ, അനുവിനെ അറിയിക്കാതെ പിന്നെ എങ്ങനെയാ? അരവിന്ദ് അവൻ നല്ലവനാ. അനു പറഞ്ഞ് എനിക്ക് അറിയാം. ഈ കല്യാണം നടക്കണം. അവൻ എന്റെ അനുവിനെ പൊന്നുപോലെ നോക്കും. അവളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. എന്റെ അനു എന്നെ വെറുത്തിട്ടായാലും ഈ കല്യാണം നടക്കണം. അനന്തേട്ടാ, പ്ലീസ്. വിഷ്ണു, നീ ഇതെന്താ പറയുന്നേ? എനിക്ക് പറ്റില്ല വിഷ്ണു. എടാ, ചിന്നു മോളെ, അനന്തേട്ടാ, നീ ഇങ്ങ് വാ, വീട്ടിൽ പോകാം. വീട്ടിൽ പോകാനോ? കണ്ണേട്ട ഇപ്പൊ വരും. ചിന്നു, അവ ഇനി വരില്ല. വരില്ലെന്നോ? ചിന്നു, നീ വേഗം വാ. നാളെ നിന്റെ കല്യാണമാണ്. നീ ഇങ്ങ് വന്നേ. അവന് നിന്നെ വേണ്ട, പിന്നെ എന്താ നിനക്ക് വാശി? ഞാൻ വരില്ല. എന്റെ കണ്ണേട്ട ഇപ്പൊ വരും. മാറ്, ഞാൻ പോട്ടെ. ചിന്നു, വണ്ടി മാറ്. എന്റെ പൊന്നു മോളെ, അവന് നിന്നെ വേണ്ട. അവൻ നിന്നെ പറ്റിച്ചതാ. ഇല്ല, ഞാൻ ഇത് വിശ്വസിക്കില്ല. നീ ഒന്നും കൂടുതൽ ചോദിക്കണ്ട. നീ ഇങ്ങ് വന്നേ. വീട് ഇനി പറ, ഞാൻ ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേ? ഇന്ന് രാവിലെ കൂടെ ഞാൻ അവനെ പോയി കണ്ടിരുന്നു. എനിക്ക് തന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അരവിന്ദ്. അപ്പോൾ എന്റെ ചിന്നു എങ്ങനെ? അനന്തേട്ടാ, നിങ്ങള് അനന്തേട്ടാ, ചിന്നു മോളെ, വാതിൽ തുറക്ക്. ചിന്നു, വാതിൽ തുറക്ക്. നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ വാതിൽ തുറക്ക്. എന്നെ ഇവിടുന്ന് എന്റെ കണ്ണേട്ടന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ചിന്നു, നിന്നെ ഞാൻ കൊണ്ടുപോകാം. വാ. അരവിന്ദേ, ദാ ഇവിടുന്ന് എങ്ങനെയാ? നിങ്ങളെ അവർക്ക് തടയാം, വാശി കാണിക്കാം. പക്ഷേ എന്റെ അടുത്ത് അത് നടക്കില്ല. അല്ല, നിങ്ങൾ 3 പേരും ഇത് എങ്ങോട്ടാ? ഇവളുടെ വിഷ്ണുവിന്റെ അടുത്ത്. അരവിന്ദ് മോനെ, അത് കഴിഞ്ഞ അധ്യായമല്ലേ. ഇവൾക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അതോ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നിനക്ക് ഇവളെ കെട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സ്വന്തം മക്കളുടെ മനസ്സ് കാണാൻ കഴിയാത്ത നിങ്ങളാണോ എന്നെ മനസ്സിലാക്കുന്നേ? അരവിന്ദേ, ചിന്നു, വാ. അനു, എങ്ങനെ തോന്നി കണ്ണേട്ട നിങ്ങൾക്ക് എന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ? അനു, ഞാൻ അവസാനമായി ഒന്ന്
കാണാൻ ആഗ്രഹിച്ചു. അതെങ്കിലും ദൈവം അനുവദിച്ചല്ലോ. ഏട്ടാ അങ്ങനെ പറയില്ലേ. അനു, നീ ഇങ്ങനെ കരയാതെ. ഞാൻ എങ്ങും പോവില്ല. എന്നും എന്റെ അനുവിന്റെ കൂടെ ഉണ്ടാകും ഈ കണ്ണേട്ടൻ. അരവിന്ദ് അല്ലെ എന്റെ ജീവനാ. നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്ന പൊന്നുപോലെ നോക്കണം. വേണ്ട. കണ്ണേട്ടാ, കണ്ണേട്ടാ, എന്താ പറ്റി? വിഷ്ണു പോയടാ. ഇല്ല ഇല്ല കണ്ണേട്ടാ, കണ്ണേട്ടാ, എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഏട്ടാ. വെണ്ണിലാവും പാട്ടും പൂഴി മണ്ണിൽ വീഴും നിൻ കാലടി പാടും തോഴി. ഏട്ടാ, എങ്ങനെയാ എന്നെ വിട്ട് പോകാൻ പറ്റുന്നേ? എന്റെ മരണം കൊണ്ടല്ലാതെ ആർക്കും നിന്നെ എന്നിൽ നിന്ന് പിരിക്കാൻ കഴിയില്ല. ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു. കണ്ണേട്ടാ, എനിക്കേട്ടാ, ഏട്ടന്റെ അനുവ വിളിക്കുന്നേ. എനിക്ക് കണ്ണേട്ടാ. മോളെ ചെല്ലു, എനിക്ക് അനന്തേട്ടാ. വേണ്ട. ആരോടും മിണ്ടിടാതെ നീ പോകെ ഭാവുകങ്ങൾ നേർന്നിടാം നമ്പരത്തോടെ ഇന്നിന്നും ഏറ്റുവാങ്ങാമീ മൗനം യാത്രയാവാൻ നിൽക്കും നിൻ കണ്ണുനീർമുത്തും പൊന്നേ കിനാവുമായി പറന്നു പോവതിങ്ങു നീ മാത്രം ഒരു ഓർമ്മയായി മാഞ്ഞു പോവതിങ്ങു നിൻ രൂപം യാത്രയായി സൂര്യാങ്കുരം ഏകയായി നീലാംബരം ആർദ്രമാം സ്നേഹം തേടി നോവുമായാരോ പാടി യാത്രയായി സൂര്യാങ്കുരം ഏകയായി നീലാംബരം. മോളെ ദാ, നീ എണീക്ക്. ചിന്നു, ചിന്നു, മോളെ. അരവിന്ദേ, ചിന്നു, ചിന്നു, അരവിന്ദേ, അത് എന്താ അണ്ടേട്ടാ? പോയിസൺ, പോയിസൺ. ഡോക്ടർ, ഡോക്ടർ, ചിന്നു, ചിന്നു, പോയിസൺ. അതെ, നിങ്ങൾ രണ്ടാളൊന്ന് പുറത്തോട്ട് നിന്നേ. ഇന്ന് രാവിലെ കൂടെ ഞാൻ അവനെ പോയി കണ്ടിരുന്നു.
എനിക്ക് തന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അരവിന്ദ്. അപ്പോൾ എന്റെ ചിന്നു എങ്ങനെ? അനന്തേട്ടാ നിങ്ങള് അനന്തേട്ടാ ചിന്നു എന്റെ കണ്ണേട്ടന്റെ കൂടെ എന്നും ഈ അനു ഉണ്ടാകും. അരവിന്ദേ, നമ്മളിത് അറിയാതെ പോയല്ലടാ. അനന്തേട്ടാ, ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി കൊതിച്ചവരല്ലേടാ അവര്. എന്റെ കൺമുന്നിൽ വെച്ച് ചിന്നു ഡോക്ടർ, ചിന്നുന് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? സോറി. അരവിന്ദ്, പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലേടാ? നന്ദിയില്ലാത്തൊരു കാട്ടിയല്ലേ നീ. എനിക്ക് ജീവനുണ്ടേ, ആ തെണ്ടി ചെക്കന് അവളെ കിട്ടില്ല. അവൻ ഇതുവരെ ചത്തില്ലേ? എവിടെ രണ്ടെണ്ണം? അസത്ത് ചെല്ല്. അവന്റെ അടുത്ത് നിന്ന് അവളെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങ് കൊണ്ടുപോ. ഇപ്പൊ അവിടെ മരിച്ചു കിടപ്പുണ്ട്. നിങ്ങളുടെ ജാതിയും പദവിയും. എന്താ എന്താ പറഞ്ഞേ? ഒന്നിച്ചൊരു ജീവിതമല്ലേ അവര് കൊതിച്ചിട്ടുള്ളൂ. മതിയുടെ അരവിന്ദേ, നീ ആരോടാ ഈ പറയുന്നേ? എന്റെ ടിന്നുമോള് ചങ്ക് പൊട്ടി കരഞ്ഞു പറഞ്ഞിട്ടും കേൾക്കാത്തവർ നിന്റെ വാക്കിൽ എന്ത് വില തരാനാടാ? അവസാനം കൊന്നെടുത്തു അല്ലേ? എന്തേ മിണ്ടാത്തെ? നിങ്ങളുടെ സദാചാരം മുഴുവൻ ആവിയായി പോയോ? മോളെ, പൊന്നു മോളെ, മോളെ. നിങ്ങൾ കരയുന്നു? കരയരുത്. നിങ്ങളുടെ വാശി ജയിച്ചല്ലോ, സന്തോഷിക്കൂ. ഒരേ ഒരു അപേക്ഷയുണ്ട്. രണ്ടുപേരുടെയും ശേഷക്രിയെങ്കിലും ഒന്നിച്ച് നടത്താനുള്ള മനസ്സ്, അതെങ്കിലും നിങ്ങളൊന്ന് കാണിക്കണം. വാ അനന്തേട്ടാ. ജാതിയുടെയും ഭാഷയുടെയും ഇടയിൽപ്പെട്ടുപോയ അവരുടെ പ്രണയകഥയ്ക്ക് ഇന്നേക്ക് 2 വർഷം തികയുന്നു. അവരുടെ പ്രണയം ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ഒരിക്കൽ കാലം തോൽപ്പിച്ചു എന്ന് കരുതി കാലം എന്നും വിജയിക്കണമെന്നില്ല. എന്നെങ്കിലും ഒരിക്കൽ അവർ ജയിച്ചിരിക്കും. അന്ന് വിധി എത്രമേൽ വില്ലനായാലും അവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വരും. അരവിന്ദേട്ടാ, അവന്തിക, അരവിന്ദേ, കൊതിച്ചതിനേക്കാൾ മനോഹരമായിരിക്കാം നിനക്ക് വിധിച്ചത്. പക്ഷേ എനിക്ക് ഒരിക്കൽ ആ നീല കണ്ണുകൾ എന്നെ തേടിയെത്തും. അതുവരെ ആ കണ്ണുകൾ തീർത്തു തന്ന ആ മായാലോകത്ത് ഞാൻ ഉണ്ടാവും. നിന്റെ അനന്തേട്ടൻ.